RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനിപ്രേഷൻസും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ടിൽ നടന്ന ആസ്റ്റൺ വില്ല ആയിട്ടുള്ള മത്സരത്തിൽ ആസ്റ്റൺ വില്ലയുടെ വില്ലൊടിച്ച കഥയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എമാതിരി മത്സരം പ്രതീക്ഷിച്ച് വന്നിരുന്നായിരുന്നു, പക്ഷെ ഫസ്റ്റ് ഹാഫിൽ അതിനെ അനുസ്മരിപ്പിക്കുന്ന മത്സരങ്ങളാണ് രണ്ട് ടീമും എടുത്തു വെച്ചത്. ഫസ്റ്റ് ഹാഫിൽ 0-0 രണ്ട് ടീമും അങ്ങോട്ട് പോയപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഒരു കിടിലൻ പെർഫോമൻസ് ആണ് പ്രതീക്ഷിച്ചത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അങ്ങോട്ട് ഏകപക്ഷീയമായി മാറി കളി. ആഴ്സണലിന്റെ മാത്രം കളി ഒതുങ്ങിയപ്പോൾ എന്താ പറയുക, 4-1 വിജയമാണ് ആഴ്സണൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതിലെടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ഒനാനയുടെ ആ ഒരു പരിക്ക്, ഫസ്റ്റ് ഹാഫിൽ തന്നെ ആള് 2-3 പ്രാവശ്യം ഇഞ്ചുറി ആയിട്ട് ഗ്രൗണ്ടിൽ ഇരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. ഒരൊറ്റ കാരണമാണ് മെയിൻ റീസൺ എന്ന് പറയാം. പിന്നെ ആഴ്സണലിന്റെ അറ്റാക്കിന് മുന്നിൽ നമ്മുടെ ആസ്റ്റൺ വില്ലയുടെ ഡിഫൻസ് പതറിയ ഒരു പതറുന്നുണ്ട്. രണ്ട് ഗോളുകളൊക്കെ എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി മിസ്റ്റേക്കാണ് ആസ്റ്റൺ വില്ലയുടെ ഡിഫൻഡർമാർ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആഴ്സണലിന്റെ മിഡ്ഫീൽഡർമാർ അഴിഞ്ഞാടിയ മത്സരം എന്ന് വേണമെങ്കിൽ പറയാം. എമ്മാതിരി പെർഫോമൻസ് ആണ് ഫുൾ ഓഫ് ചെയ്തിരിക്കുന്നത്. ട്രൊസാർഡാണ് എന്നിട്ട് മാൻ ഓഫ് ദി മാച്ച് തൂക്കിയിട്ട് പോയിരിക്കുന്നത്. ഒരു ഗോളും ഒരു സുന്ദരമായ ഒരു ഗോളും ഒരു സുന്ദരമായ ഒരു അസിസ്റ്റും പറയാം. എമ്മാതിരി ഗോളാണ് അടിച്ചു കൂട്ടിയത്. അപ്പോൾ ഗണ്ണേഴ്സ് വീണ്ടും ടോപ്പിലെത്തിയിരിക്കുകയാണ്. 19 മത്സരം കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ആഴ്സണൽ ഫാൻ ഒരുപാട് സന്തോഷിക്കില്ല എന്ന് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ കുറേ കാലത്തെ മത്സരങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ ഇതിന് മുമ്പുള്ള മത്സരങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഏത് വരെ പോകുന്നു ഇവർ. അപ്പോൾ ന്യൂ ഇയറിൽ അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു വകയുണ്ടായിട്ടുണ്ട്. ഇനി ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഉള്ള മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരത്തിൽ സിറ്റി വിജയിക്കുക, സമനിലയാവോ തോൽക്കുകയോ ചെയ്താലും ഇവർക്ക് ലീഡ് ഉണ്ട് എന്ന് പറയാം. അപ്പം എന്തായാലും കളി ഫസ്റ്റ് ഹാഫിൽ ഗംഭീരമായിരുന്നു. 15 മിനിറ്റിന്റെ ഉള്ളിലൊക്കെ ആസ്റ്റൺ വില്ലയുടെ കിടിലൻ 2-3 ചാൻസുകളാണ്. ആസ്റ്റൺ വില്ല ഫസ്റ്റ് ഹാഫിൽ നല്ല കളി, ഗംഭീര പെർഫോമൻസ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇന്നത്തെ ആസ്റ്റൺ വില്ലയുടെ കളി എന്ന് പറഞ്ഞാൽ ചെൽസിയുടെ കൂടെ എന്തായിരുന്നു സെക്കൻഡ് ഹാഫിൽ എടുത്ത കളി, അതാണെന്ന് ആഴ്സണലിന്റെ കൂടെ ആസ്റ്റൺ വില്ല ഫസ്റ്റ് ഹാഫിൽ എടുത്തത്. അതേപോലെ ചെൽസിയുടെ കൂടെ ഫസ്റ്റ് ഹാഫ് എന്തായിരുന്നു അതാണെന്ന് ആഴ്സണലിന്റെ കൂടെ സെക്കൻഡ് ഹാഫിൽ ആസ്റ്റൺ വില്ല എടുത്തത്. കൺഫ്യൂഷനായ ഇല്ലല്ലോ. അപ്പോൾ സംഭവം കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ചെൽസിയുടെ കൂടെ ഉള്ള മത്സരവും ഈ ആഴ്സണലിന്റെ മത്സരവും കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒനാനയുടെ ഒരു പരിക്ക് പറ്റിയിട്ട് പോയത് ശരിക്കും ആസ്റ്റൺ വില്ലയെ വല്ലാതെ, അവർക്ക് ഡിഫൻസിൽ നിന്ന് ബോള് റിക്കവർ ചെയ്ത് കൊണ്ടുപോകാൻ, അതേപോലെ ബോള് ഫോർവേഡിലേക്ക് എത്തിക്കാനും മിഡ്ഫീൽഡിലേക്ക് എത്തിക്കാനും ഈ ഒനാന എന്ന് പറഞ്ഞ ചങ്ങായിയുടെ ആ ഒരു പരിക്ക് പറ്റി കയറത്തോടു കൂടിയിട്ട് എന്താ ചെയ്യേണ്ടെന്ന് അന്തം കൊണ്ടില്ല എന്ന് അറിയില്ലേ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് 2 എണ്ണം ചടപടാന്ന് അങ്ങോട്ട് കയറ്റിയത്. പിന്നെ ഒന്നും പറയാനില്ല. ഗബ്രിയലിന്റെ വക ചങ്ങായി ഇഞ്ചുറി കഴിഞ്ഞിട്ട് വരിക ഫസ്റ്റ് ഗെയിമിൽ, അതിലും ഒരു ഡിഫൻഡർ ആണെന്ന് ആലോചിക്കണം. ചങ്ങായി ഗോൾ സ്കോർ ചെയ്യണം. അതിനുശേഷം 364 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരാൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്ന് ഗോൾ അടിക്കുന്ന ആഴ്സണലിന് വേണ്ടിയിട്ട്. ഇഞ്ചുറിയൊക്കെ കഴിഞ്ഞ് കുറെ കാലം പുറത്താണ് ഗബ്രിയൽ. എന്നിട്ട് ആ ഷർട്ട് ഊരിയിട്ട് ഒരു സെലിബ്രേഷൻ ഉണ്ട്. എന്റെ പൊന്നൊന്നും പറയാനില്ല. അതിൻ്റെ ഇടയിൽ സുബിമെന്റിന്റെ ഗോള്, അത് കഴിഞ്ഞ് ട്രൊസാർഡിന്റെ ഗോള്. എന്റെ പൊന്നെ എമ്മാതിരി ഒന്നുമില്ല. ആസ്റ്റൺ വില്ല ആകെ ഒരു 4 മിനിറ്റ് കൊണ്ട് വല്ലാതായിപ്പോയി. എന്നതിന് ശേഷം നോക്കുമ്പോൾ 90 മിനിറ്റ് ശേഷം കിടലിനൊരു ചാൻസ് കിട്ടി. റയയുടെ ഒരു സേവ് ഉണ്ടല്ലോ, നമ്മുടെ ആസ്റ്റൺ വില്ലയുടെ പ്ലെയർ എടുത്ത കിക്ക് ഗോൾ പോസ്റ്റ് തട്ടി തിരിച്ചു വരണം. അത് നല്ല സിമ്പിൾ പോലെ അടിച്ച് കയറ്റേണ്ട ബോൾ നേരെ റയയുടെ നെഞ്ഞത്തേക്ക് അടിച്ച് കയറ്റി കൊടുക്കുന്നത്. അത് ഇന്ന് ആസ്റ്റൺ വില്ലയുടെ ആ ഫൈനൽ തേർഡ് ഉണ്ടല്ലോ, ഭയങ്കര ഫ്ലോപ്പ് എന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ചാൻസുകളൊക്കെ എന്ന് പറഞ്ഞാല് എന്താ പറയാ, കിടിലൻ ഗോളാക്കി മാറ്റേണ്ട അവസരങ്ങളൊക്കെ ഇവർക്കൊരു 3 ചാൻസ് കിട്ടില്ല. അതിലൊരു ചുരുങ്ങിയത് ഒരു ഗോളിന് അടിക്കേണ്ട ചാൻസ് ഉണ്ടായിരുന്നു. ആഴ്സണൽ ഡിഫൻസ് ഒക്കെ പക്ക ആണെന്ന് പറയാം. പക്ഷെ എന്നാലും ആ ഒരു ഫൈനൽ തേർഡിന്റെ മിസ്റ്റേക്കുകൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ, കുറെ പാസുകൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നുണ്ട്. അവസാനം 96+ മിനിറ്റിൽ ഒരു ഗോളും അടിച്ച്, അതും എങ്ങനെയോ എന്ന് പറയാം. അപ്പോ എമി മാർട്ടിനസിന്റെ വലയിൽ ഗോൾ നിറച്ച് എന്ന് പറയാനുള്ള ഒരു ഇതുണ്ടാക്കി കൊടുത്തു സംഭവം. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഗോൾ കീപ്പർമാരുടെ മത്സരം എന്ന് പറഞ്ഞു. പക്ഷെ എമി മാർട്ടിനസിന്റെ വലയിൽ 4 ഗോൾ നിറച്ചിട്ടാണ് ആഴ്സണൽ അവരുടെ ഹോം ഗ്രൗണ്ടിൽ നിന്ന് പോകുന്നതെന്ന് ആലോചിക്കണം. എന്താന്ന് പറഞ്ഞാല് എനിക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത അത്രയും ആ ഫസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ഗോൾ മാത്രമേ എനിക്ക് ചെറിയൊരു എതിർപ്പുള്ളൂ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഹെഡറിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് ഗോൾ കീപ്പറിന്റെ ഫ്രണ്ടിലാണ് ഗബ്രിയൽ ഉള്ളത്. പക്ഷെ അത് ഗോൾ അനുവദിച്ച് റഫറി വാറിന് കൊടുത്ത് അനുവദിച്ചു. അതേപോലെ ട്രൊസാർഡിന്റെ ഗോള് ആദ്യം ഗോൾ സ്കോർ ചെയ്യുന്ന സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് പിന്നെ വാറിന് കൊടുക്കുന്നു. അടിപൊളി ഗോള് എമാതിരി. എമി മാർട്ടിനസ് നോക്കി അതും ആ ഗോളും വന്ന മിസ്റ്റേക്ക്
നമ്മുടെ ആസ്റ്റൺ വില്ലയുടെ ഡിഫൻഡർമാരുടെ മിസ്റ്റേക്കാണ്. ഡിഫൻഡർമാർക്ക് പ്ലേ മേക്കിംഗ് ചെയ്യാൻ അവിടെ ഒരു സെന്ററിൽ ഒരു റോൾ ആയിട്ട് ഒനാനി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഓക്കെ ഇങ്ങനെ കളിച്ചിരുന്നു. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ ഈ ആളില്ലാത്തതുകൊണ്ട് ഈ ചങ്ങായിമാർ ഡിഫൻഡർമാർക്ക് ബോൾ പാസ് ചെയ്യാനുള്ള ഒരു ഇതില്ലാതെ എന്താ ചെയ്യേണ്ടതാക്കി ഫുൾ പാസ് മിസ് ചെയ്തുകൊണ്ട് ആഴ്സണൽ ആ ബോളൊക്കെ എടുത്തുകൊണ്ട് പറ ഗോൾ അടിച്ചുകൊണ്ടിരിക്കുക. ഭാഗ്യം 4 നിന്നത്, അല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ 6-7 ഗോളൊക്കെ വീഴേണ്ട ചാൻസ് ഉണ്ടായിരുന്നു. അത്രയും ഷൂട്ട് ഔട്ട് ടാർജറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആസ്റ്റൺ വില്ലയുടെ റെക്കോർഡ് ആ 11 തന്നെ നിന്നു. റെക്കോർഡ് തകർക്കാൻ പറ്റില്ല, ആ പഴയ റെക്കോർഡിനൊപ്പം തന്നെ നിലനിർത്തി എന്ന് പറയാം. ഇപ്പോ ആസ്റ്റൺ വില്ലയെക്കാളും സങ്കടപ്പെടുന്ന ആസ്റ്റൺ വില്ലയുടെ ഇപ്പോൾ കളി കഴിഞ്ഞ ശേഷം അവരുടെ പ്ലേയേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ലീഗിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ടീമിന്റെ കൂടെ കളിച്ചിട്ട് അവർ കളിച്ചതിനുള്ള വിജയം നേടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സങ്കടപ്പെടുന്ന വേറൊരു ടീമാ പെപ്പിന്റെ മാഞ്ചസ്റ്റർ സിറ്റി. അവര് ഇന്ന് ടോപ്പിലെത്താൻ നാളെ ടോപ്പിലെത്താൻ വേണ്ടി കാത്തിരിക്കണം. പക്ഷെ അവര് ഇങ്ങനെ പോവുകയാണെങ്കിൽ അവസാനം ആകുമ്പോഴേക്കും ആഴ്സണൽ എന്തെങ്കിലും പണി തരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആഴ്സണല് ചുരുങ്ങിയത് ഒരു 10 മത്സരങ്ങളൊക്കെ അവസാനം ആവുന്ന സമയത്ത് ഒരു 10 പോയിന്റെങ്കിലും ലീഡിൽ ഇങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റിയാൽ രക്ഷപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അല്ലാത്ത ഈ 2-3 പോയിന്റ് വെച്ച് ലീഡിൽ പോയി കഴിഞ്ഞാൽ അവസാനം മാഞ്ചസ്റ്റർ സിറ്റി പണി തരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ സ്റ്റാറ്റിസ്റ്റിക് നോക്കിക്കഴിഞ്ഞാൽ 19 ഷോട്ടുകളാണ് ആഴ്സണൽ എടുത്തുള്ളതെന്ന് ആലോചിക്കണം. 7 ഓൺ ടാർജറ്റിലേക്കാണ്, അതിൽ 4 ഗോളാക്കി മാറ്റാൻ പറ്റിയെന്നുള്ളതാണ്. ആസ്റ്റൺ വില്ല ആണെങ്കിൽ 9 ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്, അതിൽ 2 ഓൺ ടാർജറ്റ്. ഈ 9 ഷോട്ടുകളും ഈ 2 ഓൺ ടാർജറ്റ് ഒക്കെ വന്ന ഫസ്റ്റ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫിലൊന്നും ആസ്റ്റൺ വില്ല ചിത്രത്തിലേ ഇല്ല. അങ്ങനെ പൊസിഷൻ നോക്കണമെങ്കിൽ അവിടെയാണ് കോമഡി. ആസ്റ്റൺ വില്ല 52% പൊസിഷൻ കീപ്പ് ചെയ്തപ്പോൾ ആഴ്സണൽ 48%. അത് സെക്കൻഡ് ഹാഫിൽ നോക്കിക്കഴിഞ്ഞാൽ ആഴ്സണലിന്റെ കയ്യിലായിരുന്നു കൂടുതൽ കളി. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ ആസ്റ്റൺ വില്ലയുടെ കിടിലൻ പെർഫോമൻസ് ചെയ്തു. ഫസ്റ്റ് ഒരു 15 മിനിറ്റിൽ ഒരു 3 ചാൻസ് ഒക്കെ ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഗോളാക്കി മാറ്റാനുള്ള ആ ഒരു കഴിവ് ആസ്റ്റൺ വില്ലയുടെ ഫ്രണ്ട് ത്രീക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ്. ഇന്ന് ശരിക്കും ആസ്റ്റൺ വില്ലയുടെ എന്താണ് നയം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ നല്ല രീതിയിൽ കളിച്ച് ഗോൾ സ്കോർ ചെയ്തിട്ട് ആഴ്സണലിനെ പ്രഷറിലാക്കുക എന്നുള്ളതിലാണ്. പക്ഷെ ഗോൾ സ്കോർ ചെയ്യാൻ മാത്രം ഇവർക്ക് കഴിഞ്ഞില്ല. ഫസ്റ്റ് ഹാഫിൽ നല്ല ഗംഭീര കളിയൊക്കെ ആയിരുന്നു. എപ്പോൾ വേണമെങ്കിൽ 2 ടീമും ഗോൾ അടിക്കുന്നുള്ള ആ ഒരു ഇതിലേക്കായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ കളിയൊക്കെ മാറി. അപ്പോൾ പാസിംഗ് നോക്കുകയാണെങ്കിൽ 358 പാസുകൾ ആഴ്സണൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 406 പാസുകൾ ആസ്റ്റൺ വില്ല കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 88% പാസിംഗെ കുറിച്ച് ഉണ്ടായിരുന്നു, അവിടെ 87% പാസിംഗെ കുറിച്ച് ഉണ്ടായിരുന്നു. ഫൗൾ കമ്മിറ്റ് ചെയ്ത് 16 ഫൗൾ ആഴ്സണൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 9 ഫൗളാണ് ആസ്റ്റൺ വില്ല കമ്മിറ്റ് ചെയ്ത്. യെല്ലോ കാർഡ് 2ഉം 3 കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 4ഉം 1 കോർണേഴ്സ് 3 വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒക്കെ സിമിലാരിറ്റിയാണ്. പക്ഷെ ഗോൾ സ്കോറിന്റെ കാര്യം നോക്കുമ്പോൾ മാത്രം അവിടെ 4ഉം ഇവിടെ 1 അപ്പോ ഇനി കാത്തിരിക്കണം, മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരം കഴിയാൻ വേണ്ടി കാത്തിരിക്കണം. എന്തായാലും ആഴ്സണലിൽ ആസ്റ്റൺ വില്ലയുടെ മുമ്പിൽ വളരെ നല്ല പെർഫോമൻസ് ഒന്നല്ല ആഴ്സണൽ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ കളി അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അവർക്ക്. ആ ഒരു പോയിന്റ് നേടുന്നതിനേക്കാളും കൂടുതൽ 2020-21 സീസണിൽ ആസ്റ്റൺ വില്ലയുടെ ഗ്രൗണ്ടിൽ വന്നിട്ട് 1-0 പരാജയപ്പെട്ടു. അതേപോലെ ആഴ്സണലിന്റെ ഗ്രൗണ്ടിൽ വന്നിട്ട് 3-0 ആഴ്സണലിനെ പരാജയപ്പെടുത്തിയത് ആസ്റ്റൺ വില്ല. അതിനുശേഷം 2023-24 ഹോം ഗ്രൗണ്ടിൽ ആസ്റ്റൺ വില്ലയുടെ ഹോം ഗ്രൗണ്ടിൽ വന്നിട്ട് 1-0 പരാജയപ്പെട്ടു. അതിനുശേഷം ആഴ്സണലിൽ പോയിട്ട് 2-0 ആഴ്സണലിനെ പരാജയപ്പെടുത്തുകയാണ്. അപ്പോൾ അതിന്റെ ഒരു തുടർക്കഥ ആവുമെന്ന് ആഴ്സണൽ ഫാൻസിനും അതേപോലെ ആഴ്സണലിന്റെ പ്ലേയേഴ്സിനും കോച്ചിനൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ 2-1 പരാജയപ്പെട്ടാണ് ഹോം ഗ്രൗണ്ടിൽ പോയിട്ട്, ആസ്റ്റൺ വില്ലയുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട്. അപ്പോൾ തിരിച്ച് ഇതേപോലത്തെ റിസൾട്ട് വരുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള മറുപടിയൊക്കെ പകരവും ചേർത്തിട്ടാണ് ഇന്ന് കൊടുത്തത്. ഇത്രകാലം ഹോമും എവയൊക്കെ തോൽപ്പിച്ചതിനുള്ള പകരം അങ്ങോട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് തീർത്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ആഴ്സണലിന് ഒരു ചെറിയ സമാധാനം കിട്ടണമെങ്കിൽ മറ്റന്നാൾ നടക്കുന്ന സണ്ടർലാൻഡ് വിസസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരം കഴിയണം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 പോയിന്റ് ലീഡുണ്ട്. ആ ലീഡ് 5 നിലനിർത്തണമെങ്കിൽ ഒന്നില്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെടണം, അല്ലെങ്കിൽ ഒരു സമനില ആയിക്കഴിഞ്ഞാൽ ഈ ചുരുങ്ങിയ 4 പോയിന്റ് ലീഡുണ്ട്, അല്ലെങ്കിൽ പഴയ പോലത്തെ 2 പോയിന്റ് ആയിക്കഴിഞ്ഞാൽ പിന്നാലെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആഴ്സണൽ ഇങ്ങനെ മുകളിൽ ടോപ്പിൽ പോയിട്ട് താഴേക്ക് നോക്കുമ്പോൾ ബാക്കിൽ നിൽക്കണ്ടാവും മാഞ്ചസ്റ്റർ സിറ്റി. അത് എപ്പോഴും ആഴ്സണലിന് ഒരു പേടി സ്വപ്നം തന്നെയാണ്. അപ്പോൾ പരമാവധി ലീഡ് കൂടിയിട്ട് ഈ മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടുള്ള ദൂരം ഇങ്ങനെ കാണുമ്പോൾ ഒരു ബ്ലൂ കളർ മാത്രം സിറ്റിയുടെ ലോകമൊക്കെ മങ്ങിയ പോലെ ആകുമ്പോൾ ഇവർക്കൊരു സമാധാനം ഉണ്ടാവും. അല്ലാതെ ഇരുന്നാൽ ആ സിറ്റിയുടെ ലോകം ഇങ്ങനെ കാണുമ്പോൾ ആഴ്സണലിന് പേടി തന്നെയാണ്. അത് അവസാനം കലോട്ട് ഉടയ്ക്കുകയും ചെയ്യും. സിമ്പിളായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി കയറി വരും. അതിങ്ങനെ ഇല്ലാതിരിക്കട്ടെ എന്നാണ് ഞാൻ ഈ ഒരു സീസണിൽ ആഴ്സണലിന് വേണ്ടിയിട്ട് വല്ലാണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒരു സീസണിൽ കപ്പ് എടുക്കണം. അവർ അത്രമാത്രം പോരാടുന്നുണ്ട് ആ ഒരു കപ്പിന് വേണ്ടിയിട്ട്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ആ ഒരു ടൈറ്റിൽ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ലീഗിൽ ടൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ 19 മത്സരങ്ങൾ ആഴ്സണൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 14 വിജയവും 3 സമനിലയും 2 തോൽവി അടക്കം 45 പോയിന്റുമായിട്ട് തലപ്പത്താണുള്ളത്. 37 ഗോളുകൾ സ്കോർ ചെയ്തപ്പോൾ 12 ഗോളുകളാണ് അവർ വഴങ്ങിയിട്ടുള്ളൂ. മാഞ്ചസ്റ്റർ സിറ്റി 18 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 13
വിജയവും ഒരു സമനിലയും 4 തോൽവിയടക്കം 40 പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്തുള്ളത്. 43 ഗോളുകൾ അടിച്ചപ്പോൾ 17 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. ആസ്റ്റൺ വില്ലയാണ് 19 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, 12 വിജയവും 3 സമനിലയും 4 തോൽവിയടക്കം 39 പോയിന്റുമായിട്ട്. അപ്പോൾ പോയിന്റ് വ്യത്യാസം വല്ലാണ്ട് ഗ്യാപ്പായി, 6 പോയിന്റിന് വ്യത്യാസമായി ടോപ്പിലുള്ള ടീമായിട്ട് ആഴ്സണലായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വരുന്ന മത്സരങ്ങൾ കാത്തിരുന്ന് കാണാം എന്തൊക്കെ നടക്കാൻ പോകുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ എന്തായാലും ആഴ്സ ഫാൻസ് എന്തായാലും സന്തോഷിക്കില്ല എന്ന് എനിക്കറിയാം. അവർ അവസാന മത്സരം കഴിയുന്നത് വരെ അവർ സന്തോഷിക്കില്ല. അവർക്ക് ഈ സീസണിൽ ഒരു കിരീടം ചൂടണമെങ്കിൽ, ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കണമെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടും അതേപോലെ ആസ്റ്റൺ വില്ല ആയിട്ടുള്ള പോയിന്റ് നിലവാരം, പോയിന്റ് ഗ്യാപ്പ് ഒരു 10 പോയിന്റിങ്ങനെ ആക്കിയിട്ടാണ് അവസാനത്തെ 10 മത്സരങ്ങൾ കളിക്കാൻ പറ്റുള്ളൂ. ഇനിയും 19 മത്സരങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.